കടലിടുക്കിന്റെ ആകാശത്ത് നിന്ന് വെടിവെച്ചിട്ട അമേരിക്കൻ ആളില്ലാ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ തെരുവിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് ഇറാൻ നടത്തിയ ശക്തി പ്രകടനം പശ്ചിമേഷ്യയിൽ പുതിയ യുദ്ധഭീതി വിതച്ചിരിക്കുകയാണ്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് നടത്തിയ ഈ അർദ്ധരാത്രി പരേഡ് അമേരിക്കയ്ക്കുള്ള നേരിട്ടുള്ള വെല്ലുവിളിയായാണ് അന്താരാഷ്ട്ര സമൂഹം വിലയിരുത്തുന്നത്. പേർഷ്യൻ ഗൾഫിലെ തങ്ങളുടെ പരമാധികാരത്തിന് മേൽ കൈകടത്താൻ ശ്രമിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പാണിതെന്ന് ഇറാൻ സൈന്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഹോർമൂസ് ദ്വീപിലൂടെയുള്ള സൈനിക വാഹന വ്യൂഹം നീങ്ങുമ്പോൾ ആയിരക്കണക്കിന് ഇറാൻ പൗരന്മാരാണ് തെരുവുകളിൽ തടിച്ചുകൂടിയത്. തകർക്കപ്പെട്ട അമേരിക്കൻ വിമാനത്തിന്റെ ഭാഗങ്ങൾ ഒരു 4-വീലർ വാഹനത്തിൽ കെട്ടിവെച്ചാണ് ജനങ്ങൾക്കിടയിലൂടെ കൊണ്ടുപോയത്. ഇറാൻ പതാകകളേന്തിയ ജനക്കൂട്ടം അല്ലാഹു അക്ബർ എന്ന മുദ്രാവാക്യം വിളികളോടെയാണ് ഈ കാഴ്ചയെ വരവേറ്റത്. ഇത് കേവലം ഒരു സൈനിക പരേഡല്ല, മറിച്ച് അമേരിക്കയുടെ സാങ്കേതിക മേധാവിത്വത്തിനുമേൽ തങ്ങൾ നേടിയ വിജയമാണെന്ന് ഇറാൻ ജനത വിശ്വസിക്കുന്നു. ഇറാന്റെ സൈനിക വക്താവ് ബ്രിഗേഡിയർ ജനറൽ അബോൾ ഫസൽ ഷെക്കാർച്ചി ഈ അവസരത്തിൽ നടത്തിയ പ്രസംഗം അതീവ ഗൗരവമുള്ളതാണ്. അമേരിക്കയെയും ഇസ്രായേലിനെയും പേരെടുത്ത് പരാമർശിച്ച അദ്ദേഹം ഇറാനെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്ക് വലിയ വില നൽകേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകി. പ്രകോപനങ്ങളുമായി മുന്നോട്ടു പോകാനാണ് വാഷിംഗ്ടണിന്റെ ഭാവമെങ്കിൽ അവർക്ക് ലഭിക്കുക നാണം കെട്ട പരാജയമായിരിക്കുമെന്ന് അദ്ദേഹം ആവർത്തിച്ചു. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗത പാതകളിൽ സംഘർഷം പുകഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ നാടകീയ നീക്കങ്ങൾ നടക്കുന്നത്. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ സിരയായ ഈ മേഖലയിൽ ഇറാന്റെ റവല്യൂഷണറി ഗാർഡുകൾ തങ്ങളുടെ പിടിമുറുക്കുകയാണ്. അമേരിക്കൻ ഡ്രോൺ തകർത്തു വീഴ്ത്തിയത് തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ കൃത്യത തെളിയിക്കുന്നതാണെന്ന് ഇറാൻ അവകാശപ്പെടുന്നു. ഇറാൻ നടത്തിയ ഈ ആഘോഷം അമേരിക്കൻ സൈനിക വൃത്തങ്ങളെ ചൊടിപ്പിച്ചിട്ടുണ്ട്. തങ്ങളുടെ നിരീക്ഷണ സംവിധാനങ്ങൾക്കെതിരെയുള്ള ഇറാന്റെ നീക്കങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നാണ് പെന്റഗണിന്റെ നിലപാട്. എന്നാൽ ഇറാൻ അതിർത്തിക്കുള്ളിലേക്ക് അതിക്രമിച്ചു കയറിയതിനാലാണ് ഡ്രോൺ വെടിവെച്ചിട്ടതെന്നാണ് ടെഹ്റാന്റെ വാദം. ഈ തർക്കം പശ്ചിമേഷ്യയിലെ നയതന്ത്ര ബന്ധങ്ങളെ കൂടുതൽ വഷളാക്കുകയാണ്. സൈനിക പരേഡിൽ പ്രദർശിപ്പിച്ച വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ സോഷ്യൽ മീഡിയയിലും വലിയ തരംഗമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇറാന്റെ സൈനിക കരുത്ത് വർദ്ധിച്ചിരിക്കുന്നു എന്നതിന്റെ തെളിവായിട്ടാണ് സൈനിക നിരീക്ഷകർ ഇതിനെ കാണുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളുടെ പക്കലുള്ള ആധുനിക ഡ്രോണുകളെ പോലും നിഷ്പ്രഭമാക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന് ഇറാൻ ഈ പരേഡിലൂടെ ലോകത്തിന് കാട്ടിക്കൊടുത്തു. ഹോർമൂസ് ദ്വീപ് പോലെ അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള ഒരിടം തന്നെ പരേഡിനായി തിരഞ്ഞെടുത്തത് ശ്രദ്ധേയമാണ്. പേർഷ്യൻ ഗൾഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട താവളങ്ങളിലൊന്നാണത്. അവിടെ വെച്ച് അമേരിക്കൻ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ പ്രദർശിപ്പിച്ചത് അമേരിക്കൻ നാവികസേനയ്ക്കുള്ള വ്യക്തമായ സന്ദേശമാണ്. കടലിലെയും ആകാശത്തിലെയും അധികാരം തങ്ങൾക്കാണെന്ന് ഇറാൻ ഉറപ്പിച്ചു പറയുന്നു. ഇറാൻ ജനതയ്ക്കിടയിൽ ദേശീയബോധം ഉണർത്താൻ ഇത്തരം പരേഡുകൾ സഹായിക്കുന്നുണ്ട്. ഉപരോധങ്ങൾക്കിടയിലും തങ്ങളുടെ സൈന്യം ശത്രുക്കളെ നേരിടാൻ പ്രാപ്തരാണെന്ന വിശ്വാസം ജനങ്ങളിൽ വളർത്താൻ ഭരണകൂടത്തിന് ഇതിലൂടെ സാധിച്ചു. ജനങ്ങളുടെ ആവേശവും മുദ്രാവാക്യം വിളികളും ഇറാൻ വിപ്ലവ ഗാർഡുകൾക്ക് വലിയ പിന്തുണയാണ് നൽകുന്നത്. ഇസ്രായേലിനെതിരെയുള്ള മുന്നറിയിപ്പും ഈ പരേഡിന്റെ ഭാഗമായിരുന്നു. അമേരിക്കയുടെ പങ്കാളിയായ ഇസ്രായേൽ ഇറാനെതിരെ നടത്തുന്ന നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടി നൽകുമെന്ന് ജനറൽ ഷെക്കാർച്ചി പറഞ്ഞു. പശ്ചിമേഷ്യയിൽ ഇസ്രായേലിന്റെ സാന്നിധ്യം അംഗീകരിക്കില്ലെന്ന ഇറാന്റെ പ്രഖ്യാപിത നിലപാട് അദ്ദേഹം വീണ്ടും ആവർത്തിച്ചു. ഇത് മേഖലയിലെ ഇസ്രായേൽ വിരുദ്ധ വികാരം കൂടുതൽ ശക്തമാകാൻ കാരണമാകും. കടലിടുക്കിലൂടെ കടന്നു പോകുന്ന എണ്ണക്കപ്പലുകളുടെ സുരക്ഷ സംബന്ധിച്ച് അന്താരാഷ്ട്ര സമൂഹം ആശങ്കയിലാണ്. ഡ്രോണുകൾ വെടിവെച്ചിടുന്നതും അവ പരസ്യമായി പ്രദർശിപ്പിക്കുന്നതും മേഖലയിലെ സമാധാനത്തിന് വിഘാതമാണ്. ഒരു ചെറിയ തെറ്റിദ്ധാരണ പോലും വലിയൊരു യുദ്ധത്തിലേക്ക് നയിച്ചേക്കാവുന്ന അത്യന്തം അപകടകരമായ അവസ്ഥയാണിവിടെ. അമേരിക്കൻ ഡ്രോൺ തകർക്കപ്പെട്ടത് സൈനികമായ ഒരു വലിയ നേട്ടമായാണ് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അത്യാധുനികമായ സെൻസറുകളും ക്യാമറകളുമുള്ള ഇത്തരം വിമാനങ്ങൾ പിടിച്ചെടുക്കുന്നത് അവയുടെ സാങ്കേതിക വിദ്യ ചോർത്താൻ സഹായിക്കുമെന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ ഭയപ്പെടുന്നു. ഈ ആശങ്ക നിലനിൽക്കെയാണ് ഈ പരേഡ് നടന്നത്. രാത്രികാല പരേഡ് എന്ന നിലയിൽ ഇതിന് വലിയ ദൃശ്യഭംഗിയും ഗൗരവവും ഉണ്ടായിരുന്നു. ഇരുട്ടിൽ തിളങ്ങുന്ന ഇറാൻ പതാകകളും സൈനിക വാഹനങ്ങളുടെ വെളിച്ചവും ഒരു യുദ്ധവിജയത്തിന്റെ പ്രതീതിയാണ് സൃഷ്ടിച്ചത്. ഹോർമൂസിലെ ഓരോ കവലകളിലും ജനങ്ങൾ പരേഡ് കാണാൻ തടിച്ചുകൂടിയിരുന്നു. ഇറാന്റെ സൈനിക നേതൃത്വത്തിന്റെ ആത്മവിശ്വാസം ഈ പരേഡിൽ പ്രതിഫലിച്ചു. അമേരിക്കൻ ഉദ്യോഗസ്ഥർ ഇതിനെ ഇറാന്റെ പ്രൊപ്പഗൻഡ നീക്കമായിട്ടാണ് കാണുന്നത്.
ലോക ശ്രദ്ധ ആകർഷിക്കാനും അമേരിക്കയെ പ്രകോപിപ്പിക്കാനുമുള്ള ഇറാൻ ഭരണകൂടത്തിന്റെ ശ്രമമാണിതെന്ന് വാഷിംഗ്ടൺ ആരോപിക്കുന്നു. എന്നാൽ തങ്ങളുടെ മണ്ണ് സംരക്ഷിക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ടെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. വരും ദിവസങ്ങളിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് എന്തു പ്രതികരണം ഉണ്ടാകുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. കൂടുതൽ സൈനിക നീക്കങ്ങൾക്കോ ഉപരോധങ്ങൾക്കോ അമേരിക്ക മുതിരുമോ എന്ന് വ്യക്തമല്ല. എന്തായാലും പശ്ചിമേഷ്യയിലെ ചതുരംഗക്കളത്തിൽ ഇറാൻ തങ്ങളുടെ കരുത്തുറ്റ നീക്കങ്ങൾ നടത്തിക്കഴിഞ്ഞു. ഹോർമുസ് കടലിടുക്ക് വീണ്ടും ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമാവുകയാണ്. വിമാന അവശിഷ്ടങ്ങളുമായി നീങ്ങുന്ന ആ സൈനിക വാഹനം അമേരിക്കൻ അധീശത്വത്തിന് ഏൽക്കുന്ന വലിയൊരു പോറലായാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. നയതന്ത്ര ചർച്ചകളേക്കാൾ ആയുധങ്ങൾ സംസാരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബ്രിഗേഡിയർ ജനറൽ ഷെഗാർച്ചിയുടെ വാക്കുകൾ ഇറാൻ സൈന്യത്തിന്റെ പുതിയ നയത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി മുതൽ പ്രതിരോധം മാത്രമല്ല, പ്രത്യാക്രമണവും തങ്ങളുടെ ശൈലിയായിരിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഇത് മേഖലയിലെ അമേരിക്കൻ താവളങ്ങൾക്കും സൈനികർക്കും വലിയ സുരക്ഷാ ഭീഷണിയാണ് ഉയർത്തുന്നത്. സമുദ്ര വ്യാപാര പാതകളിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇടപെടണമെന്ന് വിവിധ രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നു. എന്നാൽ ഇറാന്റെ ഈ പുതിയ പ്രകോപനം ചർച്ചകളുടെ വാതിലുകൾ അടയ്ക്കാനേ സഹായിക്കൂ. അമേരിക്കയുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കാൻ ഇനിയൊരു ഉടമ്പടിക്ക് സാധിക്കുമോ എന്നത് സംശയമാണ്. ഇറാന്റെ ഈ പരേഡ് ഒരു പാഠമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. ഏത് വലിയ ശക്തിയെയും നേരിടാനുള്ള ഇച്ഛാശക്തി തങ്ങൾക്കുണ്ടെന്ന് ഒരു കൊച്ചു രാജ്യം തെളിയിക്കുകയാണ്. ഇത് ലോകമെമ്പാടുമുള്ള അമേരിക്കൻ വിരുദ്ധ ചേരികൾക്ക് വലിയ ആവേശമാണ് നൽകുന്നത്. പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ ഇറാൻ ഒരു അജയ്യ ശക്തിയായി വളരുകയാണ്. വാർത്താ ചാനലുകളും പത്രങ്ങളും ഈ സൈനിക പരേഡിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ പ്രദർശിപ്പിച്ച ചിത്രം വരും ദിവസങ്ങളിൽ വലിയ ചർച്ചകൾക്കും കാരണമായേക്കും. ഇറാന്റെ കരുത്തും അമേരിക്കയുടെ പരാജയവും ഒരേ സമയം വിളംബരം ചെയ്യുന്നതായിരുന്നു ആ കാഴ്ച. അവസാനിക്കാത്ത ഈ സംഘർഷത്തിന്റെ ബാക്കി പത്രമായി ആ വിമാനാവശിഷ്ടങ്ങൾ ഇറാന്റെ സൈനിക മ്യൂസിയത്തിൽ ഇടം പിടിച്ചേക്കാം. ചരിത്രം ആവർത്തിക്കുകയാണെന്നും അമേരിക്കയ്ക്ക് പശ്ചിമേഷ്യയിൽ ഇനി സ്ഥാനമില്ലെന്നുമാണ് ഇറാൻ നേതാക്കൾ പറയുന്നത്. ഈ വാശിയും പകയും പശ്ചിമേഷ്യയെ ഇനി എങ്ങോട്ട് നയിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. ഓരോ ദിവസവും ഇറാൻ തങ്ങളുടെ നിലപാടുകൾ കൂടുതൽ കടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സംയമനത്തിന്റെ പാതയല്ല, പോരാട്ടത്തിന്റെ പാതയാണ് തങ്ങൾ തിരഞ്ഞെടുത്തതെന്ന് ഇറാൻ ഈ രാത്രി പരേഡിലൂടെ ഒരിക്കൽ കൂടി തെളിയിച്ചു.